മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാം. അതിനാദ്യം മഷ്റൂം മഞ്ഞൾപ്പൊടിയിലിട്ട് കുറച്ച് നേരം വയ്ക്കുക. ശേഷം നമ്മൾ നന്നായി വൃത്തിയായി കഴുകി 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ചെറുതായി അരിഞ്ഞെടുക്കുക. ചെറുതായി അരിഞ്ഞുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വേകാൻ എളുപ്പമാണ്. രണ്ട് സബോള വലുത് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് വേണം, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ കയ്യിൽ ക്യാപ്സിക്കം തക്കാളി ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടെ ഞാൻ ചേർത്തു. അത് ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ അല്പം കറിവേപ്പില. ഒരു പാൻ വെച്ച് അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ്. സബോള വഴറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആവശ്യമായ ഉപ്പും ചേർത്ത് വഴറ്റുക. അപ്പോൾ പെട്ടെന്ന് സബോള വഴന്ന് കിട്ടുന്നതിന് എളുപ്പമാണ് കേട്ടോ. ശേഷം ഒരു പാൻ വെച്ച് വെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത്. അതിൽ സബോളയും വഴറ്റിയെടുക്കുക. സബോള വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റുക. പിന്നെ അതിൻ്റെ കൂടെ പൊടിക്കൂട്ടുകളെല്ലാം ചേർക്കുക. ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് വഴറ്റുക. ശേഷം നമ്മുടെ കൂണും അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് അല്പം കൂടെ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ആവശ്യമെങ്കിൽ അത് ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ച് നന്നായി വറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ.